നമസ്കാരം, KCN മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണ സീസൺ അതിർത്തി ജില്ലകളിൽ എക്സൈസ് പരിശോധന കർശനമാക്കി. കാസർഗോഡ് എക്സൈസ് പരിശോധനയിൽ മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടി. കാസർഗോഡ് നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. മഴ കനത്തതോടെ കാസർഗോഡ് റെയിൽവേ അടിപ്പാതകളിൽ ഗതാഗത സ്തംഭനം. വെള്ളക്കെട്ട് കാരണം തൃക്കരിപ്പൂർ തളിച്ചാനത്തും ചെറുവത്തൂർ മായിച്ചയിലും ഗതാഗതം നിലച്ച ആഴ്ചകൾ പിന്നിടുന്നു. BMS കാസർഗോഡ് പ്രതിഷേധ മാർച്ചും ദേശീയപാത ഉപരോധവും നടത്തി. ദേശീയപാതയിലെ മനുഷ്യക്കുരുതിക്ക് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ പരിപാടികൾ. ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെ ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റിയുടെ ധർണാ സമരം. CPI നേതാവ് K. രാജൻ ഉദ്ഘാടനം ചെയ്തു. കുനിയയിലെ ചോർന്നൊലിക്കുന്ന കൂരയിൽ കഴിയുകയായിരുന്ന സരോജിനിക്കും നാരായണിക്കും സഹായഹസ്തം. ആവശ്യമായ അരിയും പല വ്യഞ്ജനങ്ങളും നൽകി കുനിയ സ്കൂളിലെ കുട്ടികൾ. കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിലെ കുഴികൾ അടിയന്തരമായി നികത്തണമെന്ന് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ. ആംബുലൻസുകൾക്ക് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ സാധിക്കുന്നില്ലെന്ന് അസോസിയേഷൻ നേതാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. ഓണ സീസൺ മുൻനിർത്തി സംസ്ഥാനത്തെ അതിർത്തി ജില്ലകളിൽ എക്സൈസ് പരിശോധന കർശനമാക്കി. ഇതിനിടെ കർണാടകയിൽ നിന്നും കടത്തുകയായിരുന്ന മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കാസർഗോഡ് എക്സൈസ് സംഘം പിടികൂടി. ഓണാഘോഷം കൊഴുപ്പിക്കാൻ സംസ്ഥാനത്തേക്ക് വൻതോതിൽ വ്യാജമദ്യക്കടത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പോലീസ് സംയുക്ത പരിശോധന കർശനമാക്കിയത്. ഇതിനായി പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചായിരിക്കും പരിശോധന. കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് എക്സൈസ് പ്രധാനമായും പരിശോധന നടത്തുക. കൂടാതെ അനധികൃത മദ്യം, സ്പിരിറ്റ്, വ്യാജച്ചാരായം, മയക്കുമരുന്ന്, പാൻ മസാല എന്നിവയുടെ കടത്ത്, ഉപഭോഗം എന്നിവ തടയുന്നതിന് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വനം മേഖലകളിലും കോളനികളിലും വ്യാജമദ്യ നിർമ്മാണം തടയാൻ നിരീക്ഷണവും ശക്തമാകും. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു. സ്ഥിരമായി മദ്യവിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളും. വാഹന പരിശോധനയും രാത്രികാല പെട്രോളിംഗും ശക്തമാക്കാനും തീരുമാനമായി. കൂടാതെ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഓണം കഴിഞ്ഞ ഒരു മാസം നടത്താനാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം മറ്റേ നമ്മളെ AECൻ്റെ ഓഫീസിൽ തുടങ്ങും. പിന്നെ ഓരോ സ്ട്രൈക്കിംഗ് ഫോഴ്സ് 2 താലൂക്കാണ് നമുക്കുള്ളത്. 2 താലൂക്കിലും ഓരോ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ടാവും. പിന്നെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പരാതികൾ അപ്പോൾ അന്ന് അതേ ദിവസം തന്നെ അന്വേഷിച്ച് വിവരം DCക്ക് തരേണ്ടതാണ്. ചെക്ക് പോസ്റ്റ് ഞങ്ങൾ ഓണത്തിനോട് സ്ട്രെങ്ത്ത് വർദ്ധിപ്പിച്ചിട്ട് അവിടെ നല്ല ചെക്കിങ് നടക്കുന്നു. ഇല്ല, ഞങ്ങൾ ജോയിൻറ്റ് റെയ്ഡ് നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിപ്പോൾ കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ കിട്ടിയാൽ ഉടനെ ഞങ്ങൾ ഒരു സംയുക്ത സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് റെയ്ഡ് നടത്താനാണ് തീരുമാനം. ഇതിനിടയിൽ കുമ്പളയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യവുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കയ്യാർ മെർക്കളയിലെ പ്രശാന്ത് ഡിസുസയാണ് കുമ്പള എക്സൈസ് സംഘം പിടികൂടിയത്. വീടിനടുത്ത് ഒഴിഞ്ഞ പറമ്പിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 192 കുപ്പി കർണാടക നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിലും ഈ പ്രദേശങ്ങളിൽ എക്സൈസ് പരിശോധന കർശനമാക്കും. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കാസർഗോഡ് നഗരപരിധിയിൽ വിദ്യാനഗറിലെ 6ഓളം ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയത്. കോഴിയിറച്ചി, ആട്ടിറച്ചി, പോത്തിറച്ചി, പൊറോട്ട, അജിനാമോട്ടോ, 5 കിലോ നിരോധിത പ്ലാസ്റ്റിക്, പഴകിയ പച്ചക്കറികൾ എന്നിവയാണ് പിടികൂടിയത്. വിദ്യാനഗറിലെ മൂൺ പാർക്ക്, അൽഫല കെഫ്തീരിയ, ഹോട്ടൽ പാറ, ഹോട്ടൽ സുപ്ര, ദർബാർ, ലിഹാരി എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. കാസർഗോഡ് നഗരസഭാ പരിധിയിലെ വിവിധ ഹോട്ടലുകളിൽ ഇന്ന് രാവിലെ നഗരസഭാ ഹെൽത്ത് സ്ക്വാഡ് ഇന്ന് പരിശോധന നടത്തുകയും പഴകിയതും മനുഷ്യപ്രദമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലുള്ള പരിശോധനകൾ ഉണ്ടാകുന്നതായിരിക്കും. ഏകദേശം 6ഓളം ഹോട്ടലുകളാണ് ഇന്ന് പരിശോധന നടത്തിയത്. നഗരസഭ പരിധിയിലെ ഹോട്ടലുകൾ, വിദ്യാനഗർ ഭാഗത്തുള്ള ഹോട്ടലുകൾ നടപടി വരിക്കും. നോട്ടീസ് കൊടുത്ത് ഫൈൻ അടപ്പിക്കും. പിന്നെ ഒരു ഹോട്ടൽ അടച്ച് പൂട്ടിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അത് തുറന്നാതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ ഇനി തുറന്ന് കൊടുക്കുന്നത്.
നഗരസഭാ ആരോഗ്യ വിഭാഗം ഇൻസ്പെക്ടർ ഇൻചാർജ് AV മധുസൂദനൻ നായർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുർജിത് K സോമൻ, T സുധീർ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മഴ കനത്തതോടെ കാസർഗോഡ് റെയിൽവേ അടിപ്പാതകളിൽ ഗതാഗത സ്തംഭനം. വെള്ളക്കെട്ട് കാരണം തൃക്കരിപ്പൂർ തളിച്ചാനത്തും ചെറുവത്തൂർ മയ്യച്ചയിലും ഗതാഗതം നിലച്ചിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. തൃക്കരിപ്പൂർ തളിച്ചാനത്തും ചെറുവത്തൂർ മയ്യച്ചയിലും വെള്ളംകെട്ട് കാരണം റെയിൽവേ അടിപ്പാതകൾ വഴിയുള്ള ഗതാഗതം മുടങ്ങിയിട്ട് ദിവസങ്ങളായി. കിലോമീറ്ററുകൾ സഞ്ചരിച്ച് റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപമെത്തുമ്പോൾ തിരിച്ചു പോകേണ്ട അവസ്ഥ. വെള്ളക്കെട്ട് കാരണം ഗതാഗതം മുടങ്ങിയതോടെ വിദ്യാർത്ഥികളടക്കം പാളം മുറിച്ചു കടക്കേണ്ടി വരുന്നു. കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് ഇതേ അവസ്ഥയായിരുന്നു. അടിപ്പാതയോട് നിർമ്മിച്ച ടാങ്കുകളിൽ ഒഴുകിയെത്തുന്ന വെള്ളം കെട്ടിക്കിടക്കുകയാണ്. റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഗേറ്റ്മാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും യാത്രക്കാർക്കും ഗേറ്റ് അടക്കുന്നതുകൊണ്ട് സുഖമായ യാത്ര ചെയ്യാൻ. ഇപ്പോൾ അണ്ടർവേ ആയതിനു ശേഷം മഴക്കാലം തുടങ്ങിയത് മുതൽ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഒരു ദിവസം പോലും മഴക്കാലത്ത് 6 മാസം അടിയിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. തളിച്ചാനത്തും മയ്യച്ചയിലും അടിപ്പാതകളിലുണ്ടാകുന്ന യാത്രാ ദുരിതം പരിഹരിക്കുന്നതിനായി 8 മാസം മുമ്പ് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചെങ്കിലും പിന്നീട് യാതൊരു നടപടികളും ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക് KCN. BMS കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ദേശീയപാത ഉപരോധവും നടത്തി. ദേശീയപാതയിലെ മനുഷ്യക്കുരുതിക്ക് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ദേശീയപാതയിലെ മനുഷ്യക്കുരുതിക്ക് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് BMSന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. BMS നേതാക്കളായ SK ഉമേഷ്, വിശ്വനാഥൻ, P ദിനേശ, ഗിരീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. മാർച്ചിന് ശേഷം നടന്ന ദേശീയപാത ഉപരോധം BMS ജില്ലാ സെക്രട്ടറി A ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. 11 മനുഷ്യജീവനുകളാണ്, നിരപരാധികളായ മനുഷ്യജീവനുകളാണ് ഈ ഹൈവേയുടെ ദുസ്ഥിതി കൊണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, മരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇനി അതിലേറെ നിരവധി ആളുകൾ പരിക്ക് പറ്റി ജീവത്സവങ്ങളായി ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾ നിരവധിയുണ്ട്. കേടുപാടുകൾ പറ്റിയ വാഹനങ്ങൾ, നട്ടലിന് ക്ഷതം പറ്റിയ ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, മറ്റു ബസ് ഡ്രൈവർമാർ, ഇന്ന് ബസ് ഡ്രൈവർമാർക്കും മറ്റു വാഹനമോട്ടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ഇന്ന് വൈകുന്നേരമാകുമ്പോൾ അവർക്ക് ബസ് വാഹനത്തിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടുത്തെ ഭരണാധികാരികളാണ്, ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ടുള്ള MLAയും MP-മാരും അവര് ഇവിടെ കല്യാണ സദ്യ കൊണ്ട് കഴിയാൻ വേണ്ടിയിട്ടല്ല ഇവിടുത്തെ പൊതുജനങ്ങൾ വോട്ട് നൽകി അവരെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും അയച്ചത്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പടപൊരുതാനും അവർക്ക് വേണ്ടി സമരം നടത്താനും അവർക്ക് വേണ്ടി നിയമസഭയിലും പാർലമെന്റിലും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ജനപ്രതിനിധികളെ ഇവിടുത്തെ ജനങ്ങൾ അയച്ചതെന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം. BMS കാസർഗോഡ് മേഖലാ സെക്രട്ടറി K രതീഷ്, റിജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെ ഇടതുമുന്നണി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. CPI സംസ്ഥാന നിർവാഹക സമിതി അംഗം K രാജൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരായി ജീവിച്ചു മരിക്കുവാൻ കേന്ദ്ര ഭരണകൂടം സമ്മതിക്കുന്നില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ K രാജൻ അഭിപ്രായപ്പെട്ടു. വിദേശത്ത് കറങ്ങുന്ന മോദിയെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് BJPക്കാർ തന്നെ ആവശ്യപ്പെട്ടതുപോലെ തങ്ങളുടെ ഗവർണറെ തിരികെ തരണമെന്ന് മിസോറാംകാർ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. മിസോറാമിൽ ഇരിക്കേണ്ടതിനു പകരം കുമ്മനം രാജശേഖരൻ കേരളത്തിൽ വന്ന് രാഷ്ട്രീയ നൗക ചലിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. BJP ദേശീയ കൗൺസിൽ യോഗത്തിലെ ചെറുപ്പക്കാരനായ ഒരു പ്രതിനിധി പറഞ്ഞു, ഇനി കള്ളപ്പണമൊന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിലും പ്രശ്നമില്ല. അധികാരമേറ്റെടുത്തതിൻ്റെ പിറ്റേ ദിവസം ഇന്ത്യ വിട്ടുപോയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം. ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പോലെ മിസോറാമിലെ ജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മിസോറാം ഗവർണറെ ഒന്ന് മിസോറാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എങ്ങനെ പറ്റും എന്നാണ്. മിസോറാമിലെ ഗവർണറായതിനു ശേഷം ഒരു ദിവസം പോലും കുമ്മനം ചേട്ടൻ മിസോറാമിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നൗക ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. M അനന്തൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ജ്യോതി ബസു, M ലത്തീഫ്, സുരേഷ് പുതിയടത്ത്, VK രമേശൻ, CV ദാമോദരൻ, ജോർജ് കുട്ടി തോമസ്, T കൃഷ്ണൻ, VPP മുസ്തഫ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കുണിയയിലെ ചോർന്നൊലിക്കുന്ന കൂരയിൽ കഴിയുകയായിരുന്ന സരോജിനിക്കും നാരായണിക്കും തുണയായി കുണിയ സ്കൂളിലെ കുട്ടികൾ. ഇവരുടെ ഒറ്റമുറി വീട്ടിലെത്തിയ കുട്ടികൾ ആവശ്യമായ അരിയും പല വ്യഞ്ജനങ്ങളും നൽകി.
കുണിയ റിഫായി പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചോർന്നൊലിക്കുന്ന കൂരയിൽ കഴിയുകയായിരുന്ന സരോജിനിക്കും നാരായണിക്കും തുണയായി കുണിയ സ്കൂളിലെ കുട്ടികൾ. ബേക്കൽ ജനമൈത്രി പോലീസാണ് ഗൃഹസന്ദർശനം നടത്തുന്നതിനിടെ ഇവരുടെ ദുരിതകഥയറിഞ്ഞത്. പിന്നീട് മാധ്യമങ്ങളിലൂടെ വന്ന നാരായണിയുടെയും സരോജിനിയുടെയും ദുരിതകഥ കുണിയ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അറിയുകയായിരുന്നു. തുടർന്ന് സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ഈ പ്രശ്നം ഏറ്റെടുത്തു. സ്കൂളിലുള്ള മറ്റു കുട്ടികളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ ഇവരെ സഹായിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കി. 15ഓളം ആടുകളുടെ കൂടെ ഒരു മുറിയിലാണ് സരോജിനിയും നാരായണിയും താമസിക്കുന്നത്. പ്രാഥമിക സൗകര്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത കൂരയാണിത്. കുട്ടികൾ ഇവരുടെ വീട് സന്ദർശിക്കുകയും ആവശ്യമായ അരിയും പലവ്യഞ്ജനവും ജനമൈത്രി പോലീസിന്റെ സാന്നിധ്യത്തിൽ കുടുംബത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. റെഡ് ക്രോസ് അംഗങ്ങളായ തസ്രീഫ, ഷഹർബാന, ആഷിഫ, സഹല എന്നീ കുട്ടികൾ സഹായം വിതരണം ചെയ്തു. ഹെഡ് മാസ്റ്റർ PV വിജയൻ, ജനമൈത്രി പോലീസ് CRO സുരേഷ് കുമാർ, PRO മനോജ്, സമിതി അംഗങ്ങളായ ഹമീദ് കുണിയ, കുമാരൻ മാസ്റ്റർ, സതീശൻ നമ്പ്യാർ, ശോഭ ഉത്തമൻ, KS സാലി കീഴൂർ, അശ്വതി ടീച്ചർ എന്നിവരും അമീർ അലി മാസ്റ്റർ, ഹരിദാസൻ, ബാലകൃഷ്ണൻ, രമേശൻ, സുബ്രഹ്മണ്യൻ എന്നീ അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിലെ കുഴികൾ അടിയന്തരമായി നികത്തണമെന്ന ആവശ്യവുമായി ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ. ദേശീയപാതയിലെ കുഴികൾ കാരണം ആംബുലൻസുകൾക്ക് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കുന്നില്ലെന്ന് അസോസിയേഷൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാതയിലെ കുഴികൾ കാരണം ആംബുലൻസ് ഡ്രൈവർമാർ നിരവധി പ്രശ്നങ്ങളാണ് നേരിടുന്നത്. രോഗിയെ കൃത്യസമയത്ത് ഇതുമൂലം ആശുപത്രിയിലെത്തിക്കുവാൻ സാധിക്കുന്നില്ല. ആംബുലൻസിന്റെ പിറകിൽ ഹെഡ്ലൈറ്റ് ഇട്ട് പല വാഹനങ്ങളും പിന്തുടരുന്നത് രോഗികൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ബസ്സുകൾ റോഡിൽ നിർത്തുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾ കാരണവും ആംബുലൻസ് ഡ്രൈവർമാർ ദുരിതമനുഭവിക്കുന്നു. കൂടാതെ തലപ്പാടി ടോൾ ബൂത്തിലും നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായും അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ഇന്ന് ഇവിടെയുള്ളത് അതിനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആരുടെ ഭാഗത്തു നിന്നും അങ്ങനത്തെ ഒരു നടപടി അവർക്കെതിരെ സ്വീകരിക്കുന്നില്ല. ഒരുപാട് പ്രാവശ്യം ആംബുലൻസ് ഡ്രൈവേഴ്സ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള വാഹനങ്ങൾ പിടിച്ച് അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാറുണ്ട്. അതാണ് ആദ്യമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹസൻ ലൈഫ് കെയർ, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുനീർ ചമനാട്, സെക്രട്ടറി അദ്നാൻ കുഞ്ചത്തൂർ, ട്രഷറർ ഷാഫി, വർക്കിംഗ് സെക്രട്ടറി അസ്ലം കുഞ്ചത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സഹകരണ സംഘങ്ങൾ വൈവിധ്യവൽക്കരണത്തിലേക്ക്. മാവുങ്കാൽ വനിതാ സർവീസ് സഹകരണ സംഘം തരിശുഭൂമിയിൽ നെൽകൃഷി ഇറക്കി. സഹകരണ സംഘങ്ങൾ വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് നീക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് മാവുങ്കാലിലെ ഹോസ്ദുർഗ് താലൂക്ക് വനിതാ സർവീസ് സഹകരണ സംഘം കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞത്. നാടിന്റെ കാർഷികാഭിവൃദ്ധി ലക്ഷ്യമിട്ടാണ് സഹകരണ സംഘം ജീവനക്കാരും അംഗങ്ങളും നെൽകൃഷി ഇറക്കിയത്. കാട്ടുകുളങ്ങരയിൽ തരിശായി കിടന്ന ഒരേക്കർ വയലാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. നിലമൊരുക്കാൻ പ്രദേശത്തെ കർഷകരായ അംഗങ്ങളും രംഗത്തിറങ്ങുകയായിരുന്നു. സംഘം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് ഭരണസമിതിയുടെ തീരുമാനം. നെൽകൃഷിയുടെ തുടർച്ചയായി കപ്പകൃഷി ഇറക്കാനും പദ്ധതിയുണ്ട്. ഒരേക്കർ സ്ഥലം ഇവിടുത്തെ ജനങ്ങളുടെ, ഇവിടുത്തെ മെമ്പർമാരുടെ സഹകരണത്തോടു കൂടി ആണ് ഈ കൃഷി നടത്തുന്നത്. അവർ ഇപ്പോഴാണ് ഇതിൽ ഫുള്ളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ആ ഒരു കൃഷി സംസ്കാരം, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കേരളത്തിൻ്റെ തനതായ കൃഷി സംസ്കാരത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതായ ഒരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ ഊർജ്ജമായിട്ടുണ്ട്. നടിയിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. വനിതാ സംഘം ജീവനക്കാരും കർഷകരും അംഗങ്ങളുമെല്ലാം ഒരേ മനസ്സോടെയാണ് നടിയിലിനായി രംഗത്തിറങ്ങിയത്. വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് എലിസബത്ത് സുധാകരൻ നടിയിൽ ഉദ്ഘാടനം ചെയ്തു. സംഘം സെക്രട്ടറി M കരുണാകരൻ, ഉമേശൻ കാട്ടുകുളങ്ങര, ഡയറക്ടർമാരായ അനിത, പത്മിനി, ജയ, UV ഭവാനി ടീച്ചർ, പ്രകാശൻ മൊട്ടമ്മൽ തുടങ്ങിയവർ നേതൃത്വമേകി. മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. കാഞ്ഞങ്ങാട് നഗരത്തിലേക്കുള്ള സൂചനാ ബോർഡുകളുടെ കൈമാറ്റം നടന്നു.
കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനമേൽക്കൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. വരും വർഷത്തേക്കുള്ള പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു. ഭാരവാഹികളുടെ സ്ഥാനമേൽക്കൽ ചടങ്ങ് നിയുക്ത റോട്ടറി ഗവർണർ ഡോക്ടർ PC ഹരികൃഷ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ സഹകരണത്തോടെ സ്ഥാനാർബുദ നിർണയവും തുടർ ചികിത്സയും ജൈവ കൃഷി, വൃക്ഷത്തൈ നടലും പരിപാലനവുമാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നതെന്ന് റോട്ടറി ക്ലബ് പ്രസിഡന്റ് B മുകുന്ദപ്രഭു പറഞ്ഞു. സ്ഥാനമേൽക്കൽ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൈവ കൃഷി, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള വൃക്ഷത്തൈ നടലും പരിപാലനവും സ്ഥാനാർബുദ നിർണയവും തുടർ ചികിത്സയും ബഹുമാനപ്പെട്ട നമ്മുടെ നഗരസഭ ചെയർമാൻ ഈ 3 വിഷയങ്ങളിലും ആത്മാർത്ഥമായി സഹകരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ 3 വിഷയങ്ങളും മുൻഗണനാടിസ്ഥാനത്തിൽ തന്നെ റോട്ടറി ക്ലബ് കാഞ്ഞങ്ങാട് മിഡ് ടൗൺ ഈ വർഷം നടപ്പിലാക്കുന്നതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ചടങ്ങിൽ റോട്ടറി ക്ലബ് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന സൂചനാ ബോർഡ് പ്രസ് ഫോറം പ്രസിഡന്റ് EV ജയകൃഷ്ണൻ ഡോക്ടർ ഹരികൃഷ്ണൻ നമ്പ്യാർക്ക് കൈമാറി. റോട്ടറി ക്ലബ് മുഖപത്രം അസിസ്റ്റന്റ് ഗവർണർ KG അനിൽ റോട്ടറി മുൻ പ്രസിഡന്റ് K രാജേഷ് കാമത്തിന് നൽകി പ്രകാശനം ചെയ്തു. TJ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ഡോക്ടർ M വിനോദ് കുമാർ, MM ആൻഡോ, C ജഗന്നാഥ്, M ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി B മുകുന്ദപ്രഭുവും വൈസ് പ്രസിഡന്റുമാരായി K ഗുരുദത്ത് പൈ, KP രാമചന്ദ്രൻ, സെക്രട്ടറിയായി M ശിവദാസനും ട്രഷററായി A രാജീവനും ചുമതലയേറ്റു. രാമായണത്തിന്റെ ബഹുസ്വരത എന്ന വിഷയത്തിൽ പ്രഭാഷണ സദസ് നടത്തി. അമ്മിഞ്ഞിക്കോട് അഴീക്കോടൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയവും പുരോഗമന കലാസാഹിത്യ സംഘം ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയുമായിരുന്നു സംഘാടകർ. G അംബുജാക്ഷനായിരുന്നു പ്രഭാഷകൻ. ഏകശിലാത്മകമായ ഹൈന്ദവ ഇതിഹാസമായി രാമായണത്തെ അവതരിപ്പിക്കാനും ശ്രീരാമനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി വർഗീയ മുതലെടുപ്പ് നടത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഇത് സംബന്ധിച്ച പ്രഭാഷണ സദസ്സ് സംഘടിപ്പിച്ചത്. രാമായണത്തിൻ്റെ ബഹുസ്വരത എന്ന വിഷയത്തിൽ നടന്ന പരിപാടിയിൽ G അംബുജാക്ഷൻ പ്രഭാഷണം നടത്തി. രാമായണം മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരവാസകരം ഭസ്മമൊക്കെ പൂശി കയ്യിലും കാലിലും ഒക്കെ ചരട് കെട്ടിയൊക്കെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അതിലൊരാള് അവിടേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെന്നിട്ട് ഈ പുസ്തകം വായിക്കുന്നയാളിനെ പുസ്തകം തുറന്നു നോക്കുന്നത് തടയുന്ന ഒരവസ്ഥയുണ്ടായി. ആ തടയുന്ന അവസ്ഥയുടെ അവർ വാഗ്വാദം ഉണ്ടായി. അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ആ വാക്കുതർക്കത്തിനൊടുവിൽ മാതൃഭൂമിയുടെ പുസ്തകശാലക്കാര് പോലീസിനെ വിളിക്കുകയും ഈ ബഹളം ഉണ്ടാക്കിയാളെ പുറത്താക്കുകയും ചെയ്തു. അദ്ദേഹം പുറത്തു പോയിട്ട് ഒരുപാട് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഒരു കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായി. ആ ശ്രമം തടഞ്ഞത് P വിജയൻ, V ചന്ദ്രൻ, ജയറാം പ്രകാശ് എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി ജയചന്ദ്രൻ കുട്ടമത്ത് അധ്യക്ഷനായി. T നാരായണൻ സ്വാഗതവും M രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. കൃഷിയിടങ്ങളിൽ ഒച്ചിന്റെ ശല്യം രൂക്ഷമാകുന്നു. ഇവ ഇലകൾ തിന്നു നശിപ്പിക്കുന്നത് രാത്രികാലങ്ങളിൽ. നിയന്ത്രണ മാർഗങ്ങളുണ്ടെന്ന് കൃഷി വിദഗ്ധർ. മഴക്കാലത്താണ് ഒച്ചുകളുടെ ശല്യം കൃഷിയിടങ്ങളിൽ വ്യാപകമാകുന്നത്. ജിയാൻഡ് ആഫ്രിക്കൻ സെനയിൽ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ആഫ്രിക്കൻ ഒച്ചുകൾ രാത്രികാലങ്ങളിലാണ് ചെടികളുടെ ഇലകൾ തിന്ന് നശിപ്പിക്കുന്നത്. ഒച്ചുകൾ കൃഷിയിടത്തെ നശിപ്പിക്കുന്ന കാര്യം മിക്ക കർഷകരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. കയ്പുള്ള ചെടികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. കൃഷിയിടങ്ങളിൽ ഇടയ്ക്ക് നിലവേപ്പ് അഥവാ കിരിയാത്ത് വച്ച് പിടിപ്പിക്കുന്നത് ഇതിന് പരിഹാരമാണ്. കൂട്ടത്തോടെ ഇവ തിന്നാൻ എത്തുന്ന അച്ചുകളെ നശിപ്പിക്കാൻ കഴിയും. രാത്രിയിൽ ഇലകൾ തിന്ന് നശിപ്പിക്കുന്ന ഇവ പകൽ നേരത്ത് മാറി നിൽക്കുന്നതാണ് ആക്രമിച്ച കീടത്തെ തിരിച്ചറിയാതിരിക്കാൻ കർഷകർക്ക് കഴിയാതെ പോകുന്നത്. രാത്രിയിൽ ചണച്ചാക്ക് നനച്ച് വിരിച്ച് അതിൽ പപ്പായ ഇല, കാബേജ് ഇല, നിലവേപ്പില എന്നിവ വച്ചു കഴിഞ്ഞാൽ ഇവ ഭക്ഷണമാക്കാൻ രാത്രിയിൽ ഒച്ചുകൾ എത്തും. ഈ സമയം കൂട്ടത്തോടെ ഉപ്പുവെള്ളത്തിലിട്ട് നശിപ്പിക്കാമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ R വീണാറാണിയും പ്രാദേശിക കൃഷിശാസ്ത്രജ്ഞൻ PV ദിവാകരനും പറയുന്നു. കണ്ണംകുളം VV സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം VV കുഞ്ഞമ്പുവിനെ അനുസ്മരിച്ചു. VV കുഞ്ഞമ്പുവിന്റെ 40ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായിരുന്നു അനുസ്മരണം. അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. കണ്ണംകുളം VV സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം, പുരോഗമന കലാസാഹിത്യ സംഘം ചെറുവത്തൂർ യൂണിറ്റ് എന്നിവ സംയുക്തമായാണ് അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചത്. VV ജന്മശതാബ്ദി സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ CPM ലോക്കൽ സെക്രട്ടറി AK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ, ഒരു മതം, ഒരു സംസ്കാരം എന്ന രീതിയിൽ ഒരു ചരണിൽ കോർത്ത നൂല് പോലെയാണ്, അല്ല മുത്തുകൾ പോലെയാണ് എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തരമാണ് നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കൻ അല്ലെങ്കിൽ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ഒരു രാജ്യമായിട്ട് മാറിയത്.
NP വിജയൻ മാസ്റ്റർ, കെ സത്യഭാമ എന്നിവർ പ്രഭാഷണം നടത്തി. ടി തമ്പാൻ, ഇ ശശിധരൻ, കെ ഗണേശൻ, വിജയൻ കുന്നത്ത്, കെ ലകേഷ്, കെ വി ശോഭന, എം കാർത്യായനി എന്നിവർ സംസാരിച്ചു. വിജയൻ അധ്യക്ഷനായി. കെ ചന്ദ്രൻ സ്വാഗതവും കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന അനുമോദന സമ്മേളനം പഞ്ചായത്ത് അംഗം കെ സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണ സീസൺ അതിർത്തി ജില്ലകളിൽ എക്സൈസ് പരിശോധന കർശനമാക്കി. കാസർഗോഡ് എക്സൈസ് പരിശോധനയിൽ മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടി. കാസർഗോഡ് നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. മഴ കനത്തതോടെ കാസർഗോഡ് റെയിൽവേ അടിപ്പാതകളിൽ ഗതാഗത സ്തംഭനം. വെള്ളക്കെട്ട് കാരണം തൃക്കരിപ്പൂർ, തളിച്ചാനത്തും ചെറുവത്തൂർ, മായിച്ചയിലും ഗതാഗതം നിലച്ച ആഴ്ചകൾ പിന്നിടുന്നു. BMS കാസർഗോഡ് പ്രതിഷേധ മാർച്ചും ദേശീയപാത ഉപരോധവും നടത്തി. ദേശീയപാതയിലെ മനുഷ്യക്കുരുതിക്ക് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ പരിപാടികൾ. ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെ ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റിയുടെ ധർണാ സമരം. CPI നേതാവ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കുനിയയിലെ ചോർന്നൊലിക്കുന്ന കൂരയിൽ കഴിയുകയായിരുന്ന സരോജിനിക്കും നാരായണിക്കും സഹായഹസ്തം. ആവശ്യമായ അരിയും പല വ്യഞ്ജനങ്ങളും നൽകി കുനിയ സ്കൂളിലെ കുട്ടികൾ. കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിലെ കുഴികൾ അടിയന്തരമായി നികത്തണമെന്ന് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ. ആംബുലൻസുകൾക്ക് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ സാധിക്കുന്നില്ലെന്ന് അസോസിയേഷൻ നേതാക്കൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.